റോബോട്ടിക് സർജറി സാർ പറഞ്ഞല്ലോ, പിന്നെ നമുക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു അഡ്വാൻസ്ഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അല്ലെങ്കിൽ അപ്പോൾ ഈ അഡ്വാൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റേജ് എങ്ങനെയനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സെമൽ വെസിക്കിളൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ അതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുന്നതാണ്. അതിൽ കൂടുതലാണ് ബോണിലേക്ക് സ്പ്രെഡ് ഉണ്ട്, ലിംഫ് നോഡ്സ് അല്ലെങ്കിൽ ലിവർ, അങ്ങനത്തെ സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ അതിലും പേഷ്യൻറ്റിൻ്റെ ഏജ് എന്താണ്, പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷനിങ്ങിൻ്റെ ഫിറ്റ്നസ് എങ്ങനെയുണ്ട്, പേഷ്യൻ്റ് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചികിത്സകളുണ്ട്. പല ചികിത്സകളുണ്ട്. അതിൽ ഒന്ന് ഹോർമോൺ തെറപ്പി, ഈ പറഞ്ഞ മാതിരി ഹോർമോൺ തെറപ്പി, അത് സർജിക്കൽ കാസ്ട്രേഷൻ ഓർ മെഡിക്കൽ കാസ്ട്രേഷൻ, അതിന് ഇഞ്ചെക്ഷൻസ് ആയിട്ടുള്ളത് ഉണ്ടാവാം. കീമോതെറപ്പി എന്ന് പറഞ്ഞ കീമോതെറപ്പിറ്റിക് ഏജൻസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ വരുന്ന ഇമ്മ്യൂണോ തെറപ്പി, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ ബോൺസിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള വേദന കാര്യങ്ങളുണ്ടാവാം, ബോൺ പെയിൻ ഉണ്ടാവാം. അതിന് ഈ റേഡിയേഷൻ അല്ലെങ്കിൽ അത് കൂടാണ്ട് മരുന്നുകളും ഇതിന് വേണ്ടിയിട്ടുണ്ട്. സാർ ഇപ്പോൾ റോബോട്ടിക് സർജറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് സാർ ഇപ്പോൾ യൂറോളജി ഡോക്ടറാണ്, നമുക്ക് വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്കിവിടെ റോബോട്ടിക് സർജറി? ഈ റോബോട്ടിക് സർജറി പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ്ട്രോ സർജറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കോളൻ ക്യാൻസർ അതിന് വേണ്ടിയിട്ട് ചെയ്യാം, പാൻക്രിയാറ്റിക് ക്യാൻസറിന് ചെയ്യാം, ലിവറിൻ്റെ ഹെപ്പറ്റക്ടമി എന്ന് പറഞ്ഞിട്ട് ഈവൻ അവർ ഡോണർ ഹെപ്പറ്റക്ടമി, ഒരു അവയവദാനത്തിൻ്റെ ഭാഗമായിട്ട് ലിവറിൻ്റെ ഒരു പോർഷൻ അവർ ഡൊണേറ്റ് ചെയ്യുന്നതിനും റോബോട്ടിക് സർജറി ചെയ്യാവുന്നതാണ്. അത് കൂടാണ്ട് സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പല ഈ ക്യാൻസർ സർജറീസിന് വേണ്ടിയിട്ട് യൂട്രസിൻ്റെ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ വൻകുടലിൻ്റെ ക്യാൻസേഴ്സ്, അതിനൊക്കെ ഓർ ലങ്സിൻ്റെ ലോബെക്ടമി, അതിൻ്റെ ലങ് ക്യാൻസറിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഫാറ്റ് റിമൂവൽ, അതിനും ഈ റോബോട്ടിക് സർജറി യൂസ് ചെയ്യുന്നുണ്ട്. ബേരിയാട്രിക് സർജറി, അതെ, അതായത് ഇപ്പോൾ ഒബേസിറ്റി, മോർബിഡ് ഒബേസിറ്റിക്കും അതിൽ ഈ ബേരിയാട്രിക് സർജൻസ് അവർ റോബോട്ടിക് സർജറി ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അവർക്കാവും കൂടുതൽ പറയാൻ പറ്റുന്നുണ്ട്.